നമ്മുടെ വാക്കുകളുടെ വിശുദ്ധിയെയും സത്യത്തോടുള്ള വിശ്വസ്തതയെയും ഓർമ്മിപ്പിക്കുന്ന പ്രമാണമാണ് കള്ളസാക്ഷ്യം പറയരുത് എന്നത്. നോമ്പുകാലം ആത്മീയമായ ഒരു ശുദ്ധീകരണത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ നാവുകളെയും സംസാര രീതികളെയും ദൈവികമായ സത്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ കൽപ്പന നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈശോ തൻ്റെ പീഡാനുഭവ വേളയിൽ നേരിട്ട ഏറ്റവും വലിയ അനീതി കള്ളസാക്ഷ്യങ്ങളായിരുന്നു. അവിടുത്തെ കുരിശിലേറ്റാൻ പലരും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ പീലാത്തോസിന്റെ മുൻപിൽ ഈശോ ധീരമായി പ്രഖ്യാപിച്ചു, സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാൻ ജനിച്ചത്. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെടുമ്പോഴും ക്രൂശിക്കപ്പെടുമ്പോഴും ഈശോ സത്യത്തോടുള്ള വിശ്വസ്തത കൈവിട്ടില്ല. നാം അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയോ മറ്റൊരാളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നാം വീണ്ടും ഈശോയെ കള്ളസാക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാഹ്യമായ ഉപവാസത്തെക്കാൾ പ്രാധാന്യം നാവിലെ നോമ്പിനുണ്ട്. മറ്റൊരാളുടെ കുറ്റങ്ങൾ പറയുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഒരാളുടെ സൽപ്പേരിനെ നശിപ്പിക്കുന്നതും 8-ാം കൽപ്പനയുടെ ലംഘനമാണ്. ഒളിച്ചിരുന്ന് പറയുന്നൊരു വാക്ക് കൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കാൻ നമുക്ക് എളുപ്പമാണ്. അർദ്ധസത്യങ്ങൾ പറയുന്നതും കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതും സത്യം പറയേണ്ടിടത്ത് മൗനം പാലിക്കുന്നതും കള്ളസാക്ഷ്യത്തിന് തുല്യമാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ സംസാരം സത്യസന്ധവും മറ്റുള്ളവർക്ക് ഗുണകരവുമാണോ എന്ന് നാം ചിന്തിക്കണം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതും ഈ കൽപ്പനയുടെ ലംഘനമാണ്. ഒരു കാര്യം സത്യമാണോ എന്ന് ഉറപ്പുവരുത്താതെ അത് പങ്കുവെക്കുന്നത് വലിയൊരു പാപമാണ്. സത്യത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് കള്ളത്തിൻ്റെ പക്ഷം ചേരാൻ കഴിയില്ല. നമ്മുടെ ഡിജിറ്റൽ ഇടപെടലുകളിലും സത്യസന്ധത പുലർത്താൻ നാം കടപ്പെട്ടവരാണ്. സത്യസ്വരൂപനായ ദൈവമേ, അവിടുത്തെ പോലെ സത്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ നാവുകളെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാതിരിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പീഡാനുഭവ വേളയിൽ ഈശോ കാണിച്ചു തന്ന ആ സത്യസന്ധത ഞങ്ങളുടെ ജീവിതത്തിലും പുലർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.